നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രം നമുക്ക് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് ഇടവക്കൂറിലുമാണ്. മേടക്കൂറുകാർക്ക് 4-ാം ഭാവത്തിൽ ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ 3-ൽ നിന്ന് വ്യാഴം 4-ലേക്ക് വന്നപ്പോൾ കുറേ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏഴശനീൻ്റെ ഒരു ദോഷമുണ്ട്. 12-ലാണല്ലോ ശനി നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഏഴശനി ദോഷം വന്നതുകൊണ്ട് വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനേന്തി, മനോഭീതി, മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, പ്രവാസം, വീട് വിട്ട് നിൽക്കാൻ ഇടവരിക. രണവാൻ എന്ന് പറയുന്നൊരു യോഗമാണ്. അപ്പോൾ എന്തെങ്കിലും ബാധ്യതകൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് സ്വസ്ഥതക്കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കാനായിട്ട് യോഗമുള്ളൊരു സമയം എന്ന് വേണം പറയാനായിട്ട്. അതേപോലെ തന്നെ 4 സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ വയ്ക്കുമ്പോൾ ദേഷ്യം എടുത്തിയായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. എങ്കിലും സർവ്വശ്വരകാരകനായിരിക്കുന്ന വ്യാഴം കൂടി 4-ാം ഭാവത്തിൽ ഹംസയോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. ചാരവശാൽ 4-ൽ നിൽക്കുന്ന വ്യാഴം അത്ര ഗുണം ചെയ്യില്ല. പിന്നെ സന്തോഷിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു യോഗം കൂടി കാർത്തിക നക്ഷത്രത്തിൽ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്കുണ്ട്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 ജനിച്ചവർക്ക്, 45 നാഴികയിൽ ജനിച്ചവർക്ക് ഇടവൻ രാശിയാണ്. അപ്പോൾ ഇടവൻ രാശിയിൽ ചൊവ്വ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നുണ്ട്. ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാൻ ഇടവരും. പക്ഷേ ലഗ്നകുജ ക്ഷതധനു എന്ന് പറയുന്നൊരു യോഗമുള്ള കാരണം കൊണ്ട് ചതവ്, മുറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തലവേദന ഉണ്ടാകുക, പെട്ടെന്ന് ദേഷ്യം വരിക, എടുത്തിയാട്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് യോഗമുള്ളത്. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യണം. മാത്രമല്ല 3-ലെ വ്യാഴമായത് കാരണം കൊണ്ട് ദൈവാധീനക്കുറവുണ്ട്. 2-ലായിരുന്നു രക്ഷാസ്ഥാനത്തായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അപ്പോൾ അത് 3-ലേക്ക് മാറി. നല്ല സഹായങ്ങളൊക്കെ കിട്ടാൻ യോഗമുണ്ട്. ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. പൊതുവെ നല്ല സമയം തന്നെ വേണം പറയാനായിട്ട്. പക്ഷേ വീട്ടിൽ നിൽക്കുമ്പോൾ വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ തോന്നുക, ഹൃദയസ്ഥാനത്തുണ്ടാകുന്ന രോഗാവസ്ഥ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗം, ഈ ഹൃദ്രോഗം പോലെയുള്ള കാര്യങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. മാത്രമല്ല, ഈ പനി പോലെയും അലർജി, കഫക്കെട്ട് പോലെയുള്ള രോഗങ്ങൾക്കും സാധ്യതയുള്ളൊരു സമയമാണ്. കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾക്കും യോഗം ഉള്ള ഒരു മാസമാണ്. എന്നാൽ ജോലിൻ്റെ കാര്യത്തിൽ ലാഭസ്ഥാനത്ത് കർമാധിപതിക്ക് നേരം തൊഴിലുണ്ടാകും. തൊഴിൽ ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്തായാലും ദേഷ്യം എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ ശരീരത്തിന് ചതവ് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. 2 വീലർ യാത്രയൊക്കെ വളരെ കെയർഫുള്ളായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതി. വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക്, ഭാഗ്യസുപ്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട്, നാഗപൂജ. ഈ നാഗപൂജയും വഴിപാട്, പ്രാർത്ഥന, വിഷ്ണു ക്ഷേത്രത്തിലുള്ള പരിഹാരം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തടസ്സങ്ങളൊക്കെ മാറി കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഈ ജൂലൈ മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.